ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കയ്യിലുള്ള കുടവനാണ്. ഇത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഔഷധ ചെടിയാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുടവനില കൊണ്ട് ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. നമ്മളിതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞിരുന്നു. ബ്രഹ്മി പോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഇത്. പ്രത്യേകിച്ച് നമ്മുടെ ബുദ്ധിയൊക്കെ വർദ്ധിക്കാൻ, ഓർമ്മശക്തിയൊക്കെ വർദ്ധിക്കാൻ ഒക്കെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിലെ രക്തശുദ്ധി വരുത്താനും, അതുപോലെ തന്നെ അതായത് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനും, അതുപോലെ നമ്മുടെ മുടി കൊഴിച്ചിൽ, അതുപോലെ പ്രശ്നങ്ങൾ, അതുപോലെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ അകറ്റാനായിട്ട് ഈ കുടവനില നമുക്ക് ഈ ഒരു രീതിയിൽ ചമ്മന്തി പോലെ അരച്ച് നമുക്ക് ദിവസവും കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട. നമുക്ക് ഇതെങ്ങനെയാണ് കുടവനില കൊണ്ട് ചമ്മന്തി അരക്കുന്നതെന്ന് കാണാം. ഇത് മിക്കവാറും പറമ്പിലുള്ളൊരു കാര്യമാണ് കേട്ടോ. ഈ കുടവനില നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും. നിലം പറ്റിയാണ് ഇത് വളരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കൊച്ചു കൊച്ചു വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്നൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടിപൊളി കുടവനില ചമ്മന്തി ഉണ്ടാക്കാനായിട്ട്, ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കുടവനില നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുക്കണം. ഇത് നട്ടുപിടിപ്പിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കുറച്ചൊന്ന് നട്ടുപിടിപ്പിക്കുക. പിന്നെ ഇടയ്ക്ക് ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് പടർന്നു പിടിച്ച് വളർന്നോളും. അപ്പോൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. കാര്യം ഇതിൻ്റെ അകത്ത് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതല്ലേ, എത്ര വൃത്തിയുള്ള സ്ഥലത്ത് നിന്നാലും. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ: ഒരു പിടി പീര, 2 കാന്താരി മുളക്, അല്പം പുളി, 1 കഷ്ണം ഇഞ്ചി, 3 ചെറിയ ഉള്ളി, 1 തണ്ട് കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ള കുടവനിലയാണ്. ഇതൊരു 10 കുടവനില ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ചെറിയ ഇലകളാണെങ്കിൽ ഒരു 15 എണ്ണം വരെ എടുക്കാം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. പിന്നെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാൻ കല്ലിലാണ് അരയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ വേണമെങ്കിൽ അരയ്ക്കാം. ഇപ്പോഴത്തെ സൗകര്യം അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ രീതിയിൽ അരച്ചെടുക്കാം. നിരവധി ഔഷധ പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ കുടവൻ, കുടങ്ങൽ. ഇതിന് പല പേരുകളുണ്ട് കേട്ടോ. മുത്തിൽ എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയും, ചില സ്ഥലങ്ങളിൽ ബുദ്ധിച്ചീര. അതായത് ഇത് ബുദ്ധി വർദ്ധിപ്പിക്കാൻ കഴിവുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സർവ്വസാധാരണമായിട്ട് വളർന്നു വരുന്ന ഒരു ഇലക്കറി കൂടിയാണിത്. ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും, അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാനും മാത്രമല്ല ഇത് ഉപയോഗിക്കുന്നത്. നേത്ര രോഗങ്ങൾക്ക്, കുടൽ സംബന്ധമായ രോഗങ്ങൾക്ക്, അൾസറിന്, അതുപോലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഇത് നമുക്ക് ചമ്മന്തിയായിട്ടോ തോരനായിട്ടോ സൂപ്പായിട്ടോ ഒക്കെ നമുക്ക് തയ്യാറാക്കി കഴിക്കാം. ആരോഗ്യരക്ഷയ്ക്കും ശരീരകാന്തിക്കും ഒക്കെ ഇത് ഗുണം ചെയ്യും. നമുക്ക് ഈ ഒരു ചമ്മന്തി ആണെങ്കിലും ഇതുപയോഗിച്ച് സൂപ്പാണെങ്കിലും ഒക്കെ നമുക്ക് ഏത് പ്രായക്കാർക്കും ഒരേപോലെ കഴിക്കാം. കൊച്ചു കുട്ടികൾക്ക് മുതൽ പ്രായമുള്ളവർക്ക് വരെ ഇത് കഴിക്കാം. അതങ്ങനെ കഴിക്കുന്നത് ഒരു ടോണിക്കിൻ്റെ ഫലം ചെയ്യും. ഇത് നമ്മുടെ തലച്ചോറിലേക്കുള്ള ഞരമ്പുകളെ ശക്തിപ്പെടുത്തും. നിരവധി ആരോഗ്യ ഔഷധ പ്രയോഗങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നായിട്ട് നമ്മുടെ ചാനലിൽ ഇനി വീഡിയോ ഇടാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓളൊന്ന് സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് വീഡിയോ കിട്ടുന്നതാണ്. അപ്പോൾ ആരുടെയൊക്കെ വീട്ടിൽ ഈ കുടങ്ങൽ അല്ലെങ്കിൽ കുടവനുണ്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്ന പേര് ഇതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ടേസ്റ്റ് കൂടി നിങ്ങളോട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാൻ കുടവനില ചമ്മന്തി ഞാൻ കഴിച്ചു, അതുപോലെ തന്നെ ശിവൻചേട്ടൻ കഴിച്ചു, ഇവിടെ അമ്മ കഴിച്ചു. ഇവർക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളൊരു 10 15 ഒക്കെ കുടവനില വരെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചമ്മന്തി അരച്ച് രാവിലെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ വൈകുന്നേരം വെറുതെ ആണെങ്കിലും ഒക്കെ ഒരല്പം ചമ്മന്തിയൊക്കെ കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ്. ഇപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ടാണോ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിലെല്ലാവർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കിയാൽ എല്ലാവരും കഴിക്കും. അത്രയും നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും കുടവൻ വെച്ച് പിടിപ്പിക്കുക. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കി ഇതുപോലെ ചമ്മന്തി അരച്ച് കഴിക്കുക. ഇത് നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ കൂടി നല്ലതാണ് നമ്മുടെ ഈ ഒരു കുടവനില. അതിന് വേറൊരു രീതിയിൽ ഇത് ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ പേർക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അറിവുകൾ എന്തു തന്നെയാണെങ്കിലും, ഗുഡ് ഓർ ബാഡ് എന്തു തന്നെയാണെങ്കിലും നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരറിവുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.